ഒക്കെ വളരെ ആവേശം നൽകുന്നൊരു ദിവസമാണ്. ഞാൻ ഈ മൈതാനവും ഇവിടെയുള്ള ജനക്കൂട്ടവും കാണുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എൻ്റെ ശ്രദ്ധയിൽ ഓർമ്മയിൽ വരികയാണ്. അന്ന് ഈ മൈതാനത്തെത്തുമ്പോൾ കണ്ട ആവേശത്തിനേക്കാൾ ഇരട്ടി ആവേശമാണ് ഇന്ന് എനിക്കിവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കിങ് മേക്കർ കിങ്ങായിട്ട് മാറുകയാണ്. പി.കെയാണ് ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ സംഘാടകനും നടത്തിപ്പുകാരും. കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ വന്നാൽ UDF എല്ലാവരും അനുസരിക്കുന്ന ഒരു നേതാവ് പി.കെയാണ്. ആ പി.കെയാണ് ഇന്ന് സ്ഥാനാർത്ഥിയായി നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഒരു നവവധുവിൻ്റെ ചെറിയ നാണമൊക്കെ പി.കെയുടെ മുഖത്ത് കാണാനുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പ് പറയാൻ എനിക്ക് കഴിയും, പി.കെ UDF ആയിരിക്കും എല്ലാ കാലത്തും. അത് നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. കുരങ്ങൻ ഈ മരം ചാടുന്ന പോലെ അദ്ദേഹം ചാടില്ല, ഉറച്ച് ഒരു ഭാഗത്ത് തന്നെ നിൽക്കും. ആ ഭാഗത്ത് നിന്നാൽ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ അദ്ദേഹം സഹിക്കാനും തയ്യാറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം എന്ന് പറയുന്നത്. ഒരു സംശുദ്ധമായൊരു പൊതുജീവിതത്തിൻ്റെ ഉടമയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കൂത്തുപറമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഡബിൾ ആക്ഷനാണ്. ഒന്നാമത്തെ ആക്ഷൻ ഭരണമാറ്റം, പിണറായിനെ ഇറക്കി വിടുക, സെക്രട്ടേറിയറ്റ് ശുദ്ധീകരിക്കുക. രണ്ട്, ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിരുദ്ധ സർക്കാരിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ ആ വളർന്ന താടിക്ക് ഒരടി കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഡബിൾ ആക്ഷനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കാരണം. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആകാശവും ഭൂമിയും വിറ്റവനാണ് ഈ രാജ്യം ഭരിക്കുന്നത്. കടൽ വിറ്റ ആളാണ് സംസ്ഥാനവും ഭരിക്കുന്നത്. അതായത് ആകാശം വിറ്റു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള എയർ ഇന്ത്യ വിറ്റു. ആകാശത്തേക്ക് പറന്നു പൊങ്ങുന്ന വിമാനങ്ങൾ പുറപ്പെടുന്ന വിമാനത്താവളങ്ങൾ വിറ്റു, തിരുവനന്തപുരം ഉൾപ്പെടെ. ഭൂമി എന്ന് പറഞ്ഞാൽ റെയിൽവേ വിറ്റു, റെയിലും വിറ്റു, അതിൻ്റെ മേലെ ഓടുന്ന ട്രെയിനും വിറ്റു. ഇപ്പോൾ ട്രെയിനുകൾ സ്വകാര്യവൽക്കരിക്കാൻ പോവുക. ഇനി മാവേലി എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ്, ജനശതാബ്ദി എക്സ്പ്രസ്സിനൊക്കെ പകരം അംബാനി എക്സ്പ്രസ്, അദാനി എക്സ്പ്രസ് തുടങ്ങിയ സ്വകാര്യ മേഖലയിലെ ട്രെയിനുകൾ വരാൻ പോവുകയാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ യാത്രയും ദുഷ്കരമായി മാറാൻ പോവുകയാണ്. അതോടൊപ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതാണ്ട് 70% വിറ്റ് കഴിഞ്ഞു. ഇനി 30% വിൽക്കാൻ ബാക്കിയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ആകാശവും വിറ്റു, ഭൂമിയും വിറ്റു. അപ്പോൾ പിണറായി നോക്കിയപ്പോൾ ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല. ഇപ്പോഴാണ് കടൽ കാണുന്നത്. അദ്ദേഹം വിചാരിച്ചു ഈ കടലാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. പ്രളയം ഉണ്ടാക്കി, ഓഖി ഉണ്ടാക്കി, എന്നാൽ പിന്നെ ഇതിൻ്റെ ശല്യം അങ്ങ് ഒഴിവാക്കി ഇതങ്ങ് കൊടുത്തു കളയാം. അങ്ങനെയാണ് ഒരു അമേരിക്കൻ കമ്പനിക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുവാദം കൊടുക്കുന്നത്. അവർക്ക് യാർഡുകൾ നിർമ്മിക്കാൻ ഏക്കർ കണക്കിന് ഭൂമിയാണ് അവർക്ക് എഴുതി കൊടുത്തത്. പക്ഷെ ധാരണാപത്രം ഒപ്പിട്ടപ്പോഴേക്കും കള്ളി പുറത്തായി. ഐശ്വര്യയാത്രയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അതിൻ്റെ വിശദവിവരങ്ങൾ പുറത്തു വിട്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷെ എപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് എന്താ, ഇനി ഒരിക്കലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നാളെ തിരിച്ചു വന്നാൽ അതും വിൽക്കും, അതിൻ്റെ തയ്യാറെടുപ്പിലാണ് പിണറായി വിജയൻ. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിലുണ്ടായ ചില സംഭവവികാസങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് ഉദ്ദേശിച്ചൊരു നേട്ടം ഉണ്ടായില്ല. അപ്പോൾ പലരും ചോദിച്ചു,
എന്താണ് നിങ്ങൾ ഈ സ്വർണവും സ്വപ്നയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഏൽക്കാഞ്ഞത്? പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു, അതിനുശേഷം മാത്രം ഈ സംസ്ഥാനത്തുണ്ടായ 2 സംഭവങ്ങൾ. ഈ സ്വർണവും സ്വപ്നയൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവിന് വിധേയരായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന യുവാക്കളും യുവതികളും ആ റാങ്ക് ലിസ്റ്റ് റദ്ദാവുകയും ഒരു ജോലി എന്ന ആഗ്രഹം സഫലമാവാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. എന്തിനായിരുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉണ്ടായ സമരം എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 1985-87 കാലത്ത് ഇവിടെ ഒരു സമരം നടന്നു, DYFIയുടെ. അന്നാണ് ഇങ്ങനൊരു സാധനം ഈ മണ്ണിലുണ്ട് എന്ന് നാട്ടുകാരറിയുന്നത്, DYFI. അന്ന് അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഞങ്ങൾക്കൊരു തൊഴിൽ തരും. അതായത് PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളായിരുന്നില്ല. ഞങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്, ഞങ്ങൾക്കൊരു തൊഴിൽ തരൂ എന്ന് പറഞ്ഞ് ഒരു മുദ്രാവാക്യവുമായി അന്ന് DYFI രംഗത്ത് വരികയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ലീഡർഷി K. കരുണാകരൻ്റെ കാറിൻ്റെ മുമ്പിൽ ചാടുകയും ചെയ്ത പല DYFIക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് MLA-മാരും മന്ത്രിമാരും സ്പീക്കറൊക്കെയായി. അന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ തരുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ മാസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന സമരം എന്തെങ്കിലും ഒരു തൊഴിലിനായിരുന്നില്ല. PSC ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവിന് ഹാജരായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർ ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ റാങ്ക് ലിസ്റ്റ് നടപ്പാക്കൂ എന്നാവശ്യപ്പെട്ട് സമരം ചെയ്തപ്പോൾ മുമ്പ് മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ മുമ്പിൽ ചാടി നേതാക്കന്മാരായവരൊക്കെ അവരെ പരിഹസിക്കുകയല്ലേ ചെയ്തു. ആ സമരത്തിൽ പങ്കെടുത്ത വീട്ടമ്മമാരെ പോലും സൈബർ ആക്രമണം നടത്തി. കാരണം നേരിട്ട് ആക്രമിച്ചാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാണുമല്ലോ, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ മോഡലൊക്കെ ആണെങ്കിൽ സൈബറല്ല, നേരിട്ടാണ് ഇവിടുത്തെ പരിപാടി. പക്ഷെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അത് കാണിച്ചാൽ ലോകം മുഴുവൻ കാണും എന്നുള്ളത് കൊണ്ട് സൈബർ ആക്രമണമായിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പെരുമാറ്റച്ചട്ടം വന്നപ്പോൾ ഒരു ചർച്ച, ഞങ്ങൾ പരിഗണിച്ചോളാം. ആര് പരിഗണിക്കും? സെക്രട്ടേറിയറ്റിലെ ദൈനംദിന ജോലി നടത്തുക എന്നല്ലാതെ ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹത്തിന് അധികാരമുണ്ടോ? കാരണം പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ നിലവിൽ ഭരിക്കുന്നവരുടെ കൈകൾ ബന്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൈകൾ ബന്ധിക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവരുടെ അവകാശങ്ങൾ നടത്തി കൊടുക്കാൻ കഴിയുമോ? ബന്ധിക്കാത്ത സമയത്ത് നിങ്ങൾ ശ്രമിച്ചില്ല. കൈകളിൽ ബന്ധനം വന്നപ്പോഴാണ് ഇലക്ഷൻ വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയത്. ആ ചെറുപ്പക്കാരുടെ വികാരം ഞാൻ ഓർക്കുന്ന, കഴിഞ്ഞ ഉത്രാട ദിവസം തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ, അനൂപ് എന്നാണ് പേര്, എക്സൈസിന്റെ ലിസ്റ്റിൽ പേര് വന്നു. 2ാമത്തെ പേരാണ്, സെലക്ഷനിൽ 2ാമത്തെ പേരാണ്. എല്ലാവർക്കും സന്തോഷമായി. ഒരു പെയിന്റ് അടിച്ച് അങ്ങനെ കുടുംബം വളർത്തുന്ന ഒരാളുടെ മകനാണ് ഈ അനൂപ്. എക്സൈസിലാണ് സെലക്ഷൻ. ജോലി കിട്ടുമെന്നുള്ള ഉറപ്പിൽ യൂണിഫോം വരെ വാങ്ങി വെച്ചു. എപ്പോഴാണ് അറിയുന്നത്? ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ഉത്രാട ദിവസം 1 മുഴം കയറിൽ അനൂപ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി കഴിഞ്ഞ 5 വർഷക്കാലം. എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് ഒരു കിറ്റ് കൊടുത്തപ്പോൾ എല്ലാ പാവങ്ങളും തീർന്നോ? 1000 പാപം ചെയ്തിട്ട് ഒരു കിറ്റ് കൊടുത്താൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അവസാനിക്കില്ല മിസ്റ്റർ പിണറായി. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കിറ്റ് പിന്നെ എല്ലാവരും കൊടുത്തു, നമ്മളും കൊടുത്തിട്ടില്ലേ കിറ്റ്? അത് നല്ല മുന്തിയനം കിറ്റുകൾ KMCCയും ഇൻഗാസൊക്കെ കൊടുത്തില്ലേ? അല്ലാതെ 2 വെണ്ടക്കായും 2 വഴുതനങ്ങയും ഒരു തുള്ളി മണ്ണെണ്ണ ഇറങ്ങിയിട്ടുള്ള കിറ്റൊന്നും അല്ല കൊടുത്തത്. അല്ല, അന്തസ്സായി തന്നെ
UDFിൻ്റെ പല സന്നദ്ധ പ്രവർത്തകരും കിറ്റുകളൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണ് പെൻഷൻ കൂട്ടി. അത് കാലം മുന്നോട്ട് പോകുമ്പോൾ പെൻഷനും ശമ്പളമൊക്കെ കൂടിക്കൊണ്ടിരിക്കില്ലേ? UDFിൻ്റെ കാലത്ത് ഏതാണ്ട് 1200 വരെ എത്തിയപ്പോഴാണ് ഭരണമാറ്റം ഉണ്ടായത്. പിന്നെ ഇവർ വന്നപ്പോൾ 1600 ആക്കി. ഇനി നമ്മൾ വന്നാൽ 2000 ആക്കും. സാധാരണ പോലെ അങ്ങ് നടക്കുന്നതാണ്. പക്ഷേ ഈ തള്ളലാണ് സഹിച്ചുകൂടാത്തത്. അതിപ്പോൾ ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല. ഒരു 4 വർഷം മുമ്പ് ഞാനത് MLA ആണ് തലസ്ഥാനത്ത്. ഒരു ചടങ്ങിൽ നമ്മുടെ ഇവിടുത്തെ MLA ആയിരുന്ന ശൈല ടീച്ചർ ഉദ്ഘാടനം, ഞാൻ അധ്യക്ഷൻ. ഈ പാവപ്പെട്ട വികലാംഗർക്ക് വീൽ ചെയർ കൊടുക്കുക. ഇപ്പോൾ നല്ല മുന്തിയ ഇനം ഇലക്ട്രിക് വീൽ ചെയർ ആ വർഷം ഇറങ്ങിയിട്ടേ ഉള്ളൂ, 2017. അപ്പോൾ അതിൻ്റെ ചെയർമാൻ കണ്ണൂരുകാരനാണ്, ഈ വികലാംഗ കോർപ്പറേഷൻ്റെ. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഈ വീൽ ചെയർ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. ഇത് 2017 ഇറങ്ങിയ വീൽ ചെയർ പിന്നെ 2016 കൊടുക്കുക. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീൽ ചെയർ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ശരി, ആദ്യമായിട്ടാണ്, ഞാൻ ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ അധികാരം ഒഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം കൊടുക്കാൻ പറ്റുമോ? 2017 മോഡൽ ഇറങ്ങിയ സാധനം 2015 16 കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ താങ്ങുന്നത്. ആദ്യം ഒരു മുഖ്യമന്ത്രിയുടെ ഒരു താങ്ങ് സഹിച്ചാൽ മതിയായിരുന്നു. ആ ഇലക്ഷൻ ഈ പെരുമാറ്റച്ചട്ടം വരുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് വരെ, അല്ല 2 ആഴ്ച മുമ്പൊക്കെ FM റേഡിയോ തുറക്കാൻ പറ്റുമോ? തുറന്നാൽ പാട്ടല്ല വരുന്നത്. എന്തൊക്കെ വാചകടിയാ. ഒരാൾ പറയാ അമേരിക്കയുള്ള രോഗീനെ അമേരിക്കയിലെ ചികിത്സ പോരാ, കേരളത്തിലെ മുന്തിയ ചികിത്സ കാരണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു അത്രേ. ഈ പാനൂർ ആശുപത്രിയിലല്ലേ കോവിഡ് ബാധിച്ച ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ചികിത്സ കിട്ടാതെ മരണപ്പെട്ട്, എന്നിട്ട് താങ്ങുക. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലേ ഇവിടെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ വാചകടിയാണ്, വെറും നുണ പറയൽ. FM റേഡിയോ തുറന്നാൽ പാട്ടല്ല കേൾക്കുക, നുണയാ കേൾക്കുക, താങ്ങാണ് കേൾക്കുക. ഇതൊക്കെ നടത്തിയാൽ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നതാണോ വിചാരം? ഇവിടെ എന്ത് വികസനം പറഞ്ഞാലും, കക്കൂസ് കെട്ടിയാലും പറയാണ് കിഫ്ബി. UDFിൻ്റെ കാലത്ത് എന്തെല്ലാം വികസനം നടത്തി. അന്ന് ഈ കുഫ്ബി എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. ഇത് കടം വാങ്ങുകയാണ് ഏർപ്പാട്. കടം വാങ്ങി ഇപ്പം ശരാശരി ജനിക്കുന്ന ഒരു പൗരൻ 15 കോടിയോളം, ഈ അടുത്ത കാലത്ത് ഒരു ഇതുണ്ടായിരുന്നു, 15 കോടിയോളം കടത്തിലാണ് ജനിക്കുന്നത് ഇപ്പോൾ ഈ കുഫ്ബി കാരണം. എന്നിട്ട് എന്ത് വികസനം അല്ലെങ്കിലും നടക്കില്ല. ഇവിടെ പാലം കെട്ടാൻ കിഫ്ബി വേണം. മോഹൻലാൽ പാലം കെട്ടിയത് കുഫ്ബി ഉണ്ടായിട്ടാ. എത്ര പാലങ്ങൾ കെട്ടി. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ പഴയ നിയോജകമണ്ഡലത്തിൽ 115 വർഷം പഴക്കമുള്ള ഒരു പാലം പൊളിച്ച് 9 കോടിക്ക് പുതിയ പാലം കിട്ടി. അതിനൊന്നും ഒരു കുഴപ്പമില്ല ആ പാലത്തിനൊന്നും. പിന്നെ പാലാരിവട്ടം പാലത്തിൽ ചെറിയ മൂളൽ ഉണ്ടാവാൻ കാരണം അത് പിണറായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ്. അത് ശ്രീധരനാ പറഞ്ഞ് പൊളിച്ചു മാറ്റാൻ. ശ്രീധരൻ്റെ വാക്ക് കേട്ട് ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ ശ്രീധരൻ്റെ അവസ്ഥ എന്താന്ന്. എന്തൊരു ശബ്ദം കേട്ടപ്പോൾ പറയാണ് പാലം അപകടത്തിൽ. അത് അപകടത്തിൽ നിന്ന് പറഞ്ഞ് ശ്രീധരൻ വന്നിട്ട് പറഞ്ഞ് പൊളിച്ചു മാറ്റാൻ. ഹൈക്കോടതി പറഞ്ഞില്ല വേണ്ടാന്ന്. കാരണം ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ എന്നും അതിലേ പോകുന്നതാണ് പാലാരിവട്ടം പാലത്തിലൂടെ. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു പരിശോധന നടത്തിയാൽ മതി. അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി ജഡ്ജിക്ക് എന്ത് പാലാരിവട്ടം എവിടെ പാലം, എന്നാൽ ശരി പൊളിക്കണമെങ്കിൽ പൊളിച്ചോ. അവസാനം പൊളിച്ച് അതിൻ്റെ മേലെ ഒന്നും കൂടെ പണിത് ഉദ്ഘാടനത്തിൻ്റെ തലേന്ന് ശ്രീധരൻ BJPയിൽ ചേർന്നു. പിണറായി എല്ലാവർക്കും നന്ദി പറഞ്ഞു. ശ്രീധരൻ്റെ പേര് മാത്രം പറയാൻ വയ്യ, കാരണം പാർട്ടി മാറി. ഇങ്ങനെ ഓരോ വാക്ക് കേട്ട് ഓരോ പ്രവൃത്തി നിങ്ങൾ എടുക്കുമ്പോൾ എത്രയോ റോഡുകൾ, എത്രയോ പാലങ്ങൾ, എത്രയോ ആശുപത്രി കെട്ടിടങ്ങൾ UDFിൻ്റെ കാലത്ത് ഈ സംസ്ഥാനത്തുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, പാവങ്ങളെ സഹായിക്കുന്ന എത്രയോ പദ്ധതികൾ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. ഞാനിപ്പോഴും ഓർക്കുന്നു, പാവപ്പെട്ട കുട്ടികളുടെ, ശ്രവണശേഷിയില്ലാത്ത കുട്ടികൾക്ക് സർജറിയിലൂടെ ശ്രവണശക്തി ലഭിച്ച കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്ലാൻ ഈ സർക്കാർ വന്നിട്ട് നിർത്തലാക്കിയില്ലേ? അതുപോലെ തന്നെ കാരുണ്യ ലോട്ടറി, UDFിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ലോട്ടറി. ഒരു പാവപ്പെട്ട രോഗിക്ക് ക്യാൻസർ വന്നാൽ
ബൈപ്പാസ് സർജറി വേണ്ടി വന്നാൽ, വാൽവ് മാറ്റി വെക്കേണ്ടി വന്നാൽ 2 ലക്ഷം വരെ നൽകിയ ആ കാരുണ്യ പദ്ധതി ഇവർ വന്നിട്ട് ഇല്ലാണ്ടാക്കിയില്ലേ? പഞ്ചായത്തുകളുടെ വികസന ഫണ്ടൊക്കെ എടുത്തിട്ടല്ലേ ഈ ലൈഫ് ഉണ്ടാക്കിയത്? അതിൽ പഞ്ചായത്തുകൾക്ക് പങ്കില്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ ആണോ? ഇപ്പൊ ഒരു പദ്ധതിയുണ്ട്, ജലമിഷൻ പദ്ധതി. 45% കേന്ദ്രം, 30% സംസ്ഥാനം, 15% പഞ്ചായത്ത്, 10% ഉപഭോക്താവ്. എന്നിട്ട് പറയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടം ഈ പദ്ധതി. ഇങ്ങനെ പല പദ്ധതികളും വരുമ്പോൾ എല്ലാ ഭാരവും ചുമക്കേണ്ടി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതെല്ലാം ഈ സർക്കാരിൻ്റെ നേട്ടമാക്കി മാറ്റി. മറുഭാഗത്ത് എത്ര പേരെ കൊല ചെയ്തു ഈ സർക്കാർ വന്നതിന് ശേഷം? ഷുഹൈബിനെ, ഷുക്കൂർ ഉൾപ്പെടെ. ഷുക്കൂറിനെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചെയ്തപ്പോൾ ശക്തമായിട്ടുള്ള നടപടിയെടുത്തു UDF സർക്കാർ. കേസ് CBIക്ക് വിട്ടു. പക്ഷേ ഇവർ വന്നപ്പോൾ ഷുഹൈബിൻ്റെയും കൃപേഷിനെയും ശരത് ലാലിനെയും കൊന്ന കേസ് വന്നപ്പോൾ നിങ്ങൾ ആ കേസിലെ പ്രതികൾക്ക് വേണ്ടി സർക്കാർ ഖജനാവിലെ പണമെടുത്ത് നിങ്ങൾ അപ്പീൽ പോയില്ലേ സുപ്രീം കോടതി വരെ? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? എത്ര ചെറുപ്പക്കാരെ നിങ്ങൾ അരിഞ്ഞു തള്ളി ഈ മണ്ണിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട്? ആ കുടുംബങ്ങളുടെ കണ്ണീര് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ? അവസാനം പോകുമ്പോൾ എല്ലാം വിറ്റ് തൊലച്ചിട്ടാണ് പിണറായി ഇറങ്ങി പോകുന്നത്. ഇപ്പൊ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, വിദേശ കമ്പനി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വന്നാൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ എന്തായിരിക്കും? കടലിൽ പോകാൻ കഴിയോ? മീൻ പിടിക്കാൻ കഴിയോ? അവസാനം അമേരിക്കൻ സായിപ്പ് പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യം സായിപ്പ് പറയുന്ന വിലയ്ക്ക് മത്സ്യത്തൊഴിലാളി വാങ്ങേണ്ടി വരും. ആ വാങ്ങുന്ന വിലയ്ക്കനുസരിച്ച് വിൽക്കേണ്ടി വരും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് വരുമാനം ഉണ്ടാവുമോ? ലാഭം ഉണ്ടാവുമോ? കടലിനെ പോലും വിറ്റവര്, ഉദ്യോഗാർത്ഥികളെ ദ്രോഹിച്ചവര്, നിരപരാധിയെ കൊന്നവർ, വികസനത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ പലതും കീശയിലാക്കിയില്ലേ? എന്തിനാ ശിവശങ്കറിനെ ജയിലടച്ച? എന്തിനാ? തട്ടിപ്പ് നടത്തിയതിന്. സ്വപ്നയെ ജയിലടച്ച എന്തിനാ? തട്ടിപ്പ് നടത്തിയതിന്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോ അലറി വരുന്ന CBIനെ ഇവിടെ കാണാനില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കി അവിടെയുള്ള ഭരണകർത്താക്കളെ നിങ്ങൾ ദ്രോഹിക്കുമ്പോൾ ഇവിടെ തെളിവ് കിട്ടിയിട്ട് പോലും എന്തേ നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല? ഇടയ്ക്കിടയ്ക്ക് ED എൻഫോഴ്സ്മെന്റ് എന്തിനാ നോട്ടീസ് അയക്കുന്ന അറിയോ? സർക്കാർ വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി. അതിനപ്പുറം ഇല്ല. എത്ര ദിവസമായി ഓരോരുത്തർക്ക് നോട്ടീസ് അയച്ചിട്ട്? ആരെങ്കിലും പോകുന്നുണ്ടോ അങ്ങോട്ട്? ഇപ്പോ സഖാക്കൾക്കൊക്കെ ഉപയോഗിക്കാൻ ഐഫോൺ വേണം, എല്ലാ മോഡേൺ ഇതും വേണം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്. പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറഞ്ഞ കോടിയേരിയുടെ ബാലകൃഷ്ണന്റെ കയ്യിലാണ് പ്രതിപക്ഷ നേതാവിന് കൊടുത്തു എന്ന് പറയുന്ന ഐഫോൺ ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പിന്നെ പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാര് മർദ്ദനേറ്റു എന്നൊക്കെയാണല്ലോ പറയുന്നുണ്ടാവാം. പഴയ കാലത്തൊക്കെ ഒരുപാട് പേര് മർദ്ദനേറ്റിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇപ്പൊ പല സഖാക്കളും ജയിലിൽ കിടക്കുന്നത് പുറത്ത് പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എത്രയും വാചകടിക്കുണ്ടല്ലോ ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണൻ. 2 മക്കളാണുള്ളത്. ഒരാളിപ്പോ ജയിലിൽ കിടക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനൊന്നുമല്ല, കഞ്ചാവ് മയക്കുമരുന്നും കടത്തിയതിനും ജയിലിലാണ്. വേറൊരു മകനാണെങ്കിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അതെവിടേക്കാണ് പാർട്ടി ഘടകങ്ങൾ ഉണ്ടാക്കിയെന്ന് മൂപ്പർക്ക് തന്നെ ഓർമ്മയില്ല. ഒരു DNA ടെസ്റ്റ് നടത്തി.
റിസൾട്ട് വരാൻ 2 കൊല്ലം എടുത്തു. ഇതെന്താ ആനയുടെ DNA ടെസ്റ്റിന് പോലും ഇത്ര നേരമില്ല. എന്നിട്ട് ഒരു നാണവും കൂടാണ്ട് വാചക കസർത്ത് നടത്തുകയാണ്. ഇതാണ് നിങ്ങളുടെ 5 വർഷത്തെ ഭരണ നേട്ടം. പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കുതിക്കുന്നൊരു സർക്കാർ. ഈ സർക്കാരിന് ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യാനാണ് ഏപ്രിൽ മാസം 6-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. പിന്നെ വേറെ കാര്യം, പഴയ കാലത്ത് ഈ കാരണവന്മാർ പറയും, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. ഞാൻ ചോദിക്കട്ടെ, 5 വർഷത്തിനിടയിൽ ഒരു ഓണം ആഘോഷിച്ചിട്ട് കാലത്രയായി? ആദ്യം ഓഖി വന്നു, പിന്നെ 2 പ്രളയങ്ങൾ വന്നു, പിന്നെ നിപ വന്നു, ഒടുവിൽ കോവിഡും വന്നു. ഇൻഡോ ചൈന യുദ്ധകാലത്ത് പോലും മുടങ്ങാത്ത ഒരു ദേശീയോത്സവമായിരുന്നു തൃശ്ശൂർ പൂരം. അത് ചരിത്രത്തിൽ ആദ്യമായിട്ട് മുടങ്ങി കഴിഞ്ഞ വർഷം. ഒറ്റ ആനേണയും കൊണ്ട് എഴുന്നള്ളിച്ച് ഒരാൾ ചണ്ടയും കൊട്ടി പോകുന്ന രംഗം കണ്ട് തൃശ്ശൂരുകാർ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഇൻഡോ ചൈന യുദ്ധം നടന്ന കാലത്ത് പോലും മുടങ്ങിയിട്ടില്ല തൃശ്ശൂർ പൂരം. പൂരം മുടങ്ങി, പെരുന്നാൾ മുടങ്ങിയില്ലേ, റംസാനും മുടങ്ങി, ബക്രീദിൻ്റെ ആഘോഷവും മുടങ്ങി. റംസാൻ മാസകാലത്ത് എന്താ നമ്മുടെ കേരളത്തിലൊക്കെ സന്ധ്യാസമയങ്ങൾ നോമ്പ് കുറിക്കുന്ന സമയത്ത് എല്ലാ മതങ്ങളും ഒരുമിച്ച്, എല്ലാ മതക്കാരും ഒരുമിച്ച് ആഘോഷിച്ച ആ ദേശീയോത്സവം പോലെ നമ്മൾ നടത്തിയ ആ മതമൈത്രി സംഗമങ്ങൾ കഴിഞ്ഞ പെരുന്നാൾ കാലത്തുണ്ടായോ? ഇല്ല. അപ്പോ തൃശ്ശൂർ പൂരം മുതൽ പെരുന്നാളും ഓണവും ബക്രീദും അതുപോലെ ക്രിസ്മസും ന്യൂ ഇയറും ഒന്നുമില്ലാത്ത ഒരു വർഷം കടന്നുപോയി എന്ന് പറയുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, എരണം കെട്ടവർ ഭരിച്ചാലുള്ള ദോഷമാണ്. പ്രകൃതി പോലും ഈ ദുഷ്ടരുടെ ഭരണത്തിൽ അതിൻ്റെ ലക്ഷണം കാണിക്കുന്ന പറയുന്നത്. ഇപ്പോൾ രാമായണത്തിലുണ്ട്, രാവണൻ ജനിക്കുന്ന സമയത്ത് പശുക്കളൊക്കെ ചുരത്തിയിരുന്നത് പാലല്ലാത്ര ചോരയാണ്. കാരണം അത്രയ്ക്ക് ദുഷ്ടന്മാർ ജനിക്കാൻ പോവാന്നാണ് അതിൻ്റെ സിഗ്നൽ. ഏതാണ്ട് അതുപോലെ ആയല്ലേ കഴിഞ്ഞ 5 വർഷക്കാലം. ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലേക്കുള്ള യാത്ര. ഇതൊക്കെ പോട്ടെ, ആരെങ്കിലും ചിലർ കാണാൻ ചെന്നാൽ അവരുടെ കാര്യം പിന്നെ പറയണ്ട. അവസാനം പയ്യന്നൂരിലത്തെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂരി കോവിഡിനെ തോൽപ്പിച്ചു. പക്ഷേ ഒരു ഭരണകർത്താവ് കാണാൻ പോയി, പിന്നെ പിറ്റേ ദിവസം സൂര്യോദയം കണ്ടിട്ടില്ല. അതുപോലെയാണ് അച്യുതാനന്ദൻ്റെ 96-ാം ജന്മദിനത്തിൽ അച്യുതാനന്ദൻ്റെ കുടുംബക്കാർ പറഞ്ഞു, മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്ക്, ചിലപ്പോൾ ദീർഘായുസ് നേർന്നുകൊണ്ടുള്ള ഫോൺ കോൾ വരും. ഇപ്പം അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, ഫോൺ എടുക്കണ്ട. അതാണ് ഭരിക്കുന്നവർക്ക് ദുഷ്ടപ്രവൃത്തി ഉണ്ടായാൽ സമൂഹത്തിനെ ബാധിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു ഓണം ആഘോഷിക്കണമെങ്കിൽ, നല്ലൊരു പെരുന്നാൾ ആഘോഷിക്കാൻ, ആഘോഷങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കാൻ നല്ലവർ ഈ രാജ്യം ഭരിക്കണം. അതിന് ഐശ്വര്യമുള്ള ഐക്യജനാധിപത്യ മുന്നണി ഏപ്രിൽ 6-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മെയ് 2-ാം തീയതി പ്രഖ്യാപിക്കുമ്പോൾ PK ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണം. ഇവിടെ ഞാൻ ആരും വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പലപ്പോഴും മത്സരങ്ങൾ വ്യക്തികൾ തമ്മിലല്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ചിലരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തിന് ഇങ്ങോട്ട് വന്നു, എന്തിന് ഇവിടുന്ന് പോയി? ഞാൻ ഇപ്പോഴും ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ ഒരു പ്രസംഗം ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, 45 വർഷം ഞാൻ ഏത് മുന്നണിയിൽ നിന്നോ ആ മുന്നണി എന്നെ ചവിട്ടി പുറത്താക്കി. ഇതേ വാചാദ്യം എന്നെ ചവിട്ടി പുറത്താക്കി. പക്ഷേ 45 വർഷം ഞാൻ കോൺഗ്രസ് പാർട്ടിയെ എതിർത്തപ്പോഴും എൻ്റെ പാർട്ടി ഓഫീസുകളുടെ ഒരു ജനൽ ചില്ല പോലും കോൺഗ്രസ്സുകാർ കല്ലെറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ 45 വർഷം ആരുടെ കൂടെ നിന്നോ അവരെന്നെ ചവിട്ടി പുറത്താക്കുക മാത്രമല്ല, എൻ്റെ എല്ലാ ഓഫീസുകളും അടിച്ചു തകർത്തു. അന്നത്തെ വീരേന്ദ്രകുമാറിൻ്റെ പ്രസംഗമാണ്. അവസാനം അതൊന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഇവിടെ എടുത്തു, സ്വീകരിച്ചിരുത്തി.
സ്ഥാനങ്ങൾ കൊടുത്തു. സ്ഥിരമായിട്ട് UDFന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്ന പെരിങ്ങളം ഉൾക്കൊള്ളുന്ന പുതിയ കൂത്തുപറമ്പ് രൂപീകരിച്ചപ്പോൾ അത് കൊടുത്തു. ജയിച്ചു വന്നപ്പോൾ UDF ഗവൺമെൻറ്റിൽ എല്ലാ കാലത്തും കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്ന കൃഷി വകുപ്പ് കൊടുത്തു. നല്ല കൃഷി നടത്തി 5 വർഷം കൊണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞല്ല, ഇപ്പോൾ ആ സ്ഥാനാർത്ഥിയെ ചുമക്കുന്ന മുന്നണിക്കാർ പറഞ്ഞതാണ്, നല്ല കൃഷി നടത്തിയെന്ന്. അത് കഴിഞ്ഞ് ഇലക്ഷനിൽ തോറ്റപ്പോൾ പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരു മുന്നണിക്ക് കൂടുതൽ സീറ്റ് കിട്ടുമ്പോൾ ജയിക്കും, കുറവ് കിട്ടുമ്പോൾ തോൽക്കും. 2011 കൂടുതൽ സീറ്റ് കിട്ടി, ജയിച്ചു, ഗവൺമെൻറ് ഉണ്ടാക്കി. 5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ തോറ്റു. തോൽക്കാൻ കാരണം എന്താ? എണ്ണം കുറഞ്ഞു. 40 MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസിന് 22ആയി, 20 MLA-മാരുണ്ടായിരുന്ന ലീഗിന് 18ആയി, 9 ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിന് 6ആയി. അപ്പോൾ 2 ഉണ്ടായിരുന്നത് 0 ആയത് അത്ര വലിയ കുറ്റമാണോ? അതും എന്തുകൊണ്ടാണ് തോറ്റതെന്ന് ചോദിച്ചാൽ UDF സർക്കാരിൻ്റെ കോട്ടങ്ങൾ കൊണ്ടല്ല തോൽക്കുന്നത്. ഇവരൊക്കെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ചില മാധ്യമങ്ങളിൽ, ഞാൻ പേര് പറയുന്നില്ല, പരിശുദ്ധ പ്രവാചകനെ അപമാനിക്കുന്ന ലേഖനങ്ങൾ വന്നതിൻ്റെ ദോഷമായിരുന്നില്ലേ അവരുകൂടെ ഉൾപ്പെട്ട UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായത്? പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കും അവർക്ക് ഭരണഘടനയിൽ അർഹതയുള്ള എല്ലാം വാരിക്കോരി കൊടുത്ത സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. പിന്നെ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ന്യൂനപക്ഷങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തിയ ചില കമന്റുകൾ ചില ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ടാണ്. അവരാണ് ഇന്ന് മറുകണ്ഠം ചാടി ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, നിയമസഭയിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു ബഹളം വന്നപ്പോൾ അച്യുതാനന്ദനെ ചവിട്ടാൻ എന്നുള്ള ഭാവത്തിൽ കാലൊന്ന് പൊക്കി. പിറ്റേ ദിവസം അച്യുതാനന്ദൻ പത്രസമ്മേളനം വിളിച്ചു. അത് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ വാചകങ്ങൾ, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. അന്ന് അച്യുതാനന്ദന് പറഞ്ഞാണ്, നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി കിട്ടും. അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മോഹൻ, നിങ്ങൾ നിങ്ങളുടെ വലത് കാല് പൊക്കി മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മുണ്ട് നല്ലപോലെ നീക്കി. ഞാൻ പത്രക്കാരോട് ചോദിച്ചു, നിങ്ങൾ വല്ലതും കണ്ടുവോ? പത്രക്കാർ പറഞ്ഞു, ഞങ്ങളെല്ലാം കണ്ടു. ഇത് VS അച്യുതാനന്ദൻ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞതാണ്. അതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മറക്കാൻ കൂത്തുപറമ്പിലെ സഖാക്കൾക്ക് കഴിയുമോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ ആ സ്ഥാനാർത്ഥിയുടെ ദോഷങ്ങൾ. അതേസമയത്ത് PK സംബന്ധിച്ചാണെങ്കിൽ രാഷ്ട്രീയമായി എതിർചേരിയുള്ളവർക്ക് പോലും ഒരു കുറ്റവും കുറവും അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹം വലിയ പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ പ്രസംഗമല്ല പ്രവൃത്തിയാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് PK എന്ന് അഭിമാനത്തോടെ പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിൽക്കുന്ന സ്ഥലത്ത് നല്ല പാറ പോലെ അദ്ദേഹം ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള ഒരു മഹൽ വ്യക്തിയെ അഭിമാനത്തോടെ കൂത്തുപറമ്പിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് അനുഗ്രഹിച്ച് MLA സ്ഥാനം നൽകി തിരുവനന്തപുരത്തേക്ക് അയക്കാനും ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തുള്ള ഒരു സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരാനും നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം. എൻ്റെ മുമ്പുള്ള UDFന്റെ പ്രവർത്തകരോട്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, വീട് വീടാന്തരം കയറി ഇറങ്ങി, നമുക്ക് മറ്റേ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, എന്നാലും നേരിട്ട് എന്ന് പറയുമ്പോഴൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാകുമ്പോൾ എവിടെയും കയറി ചെല്ലാലോ. ഞങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്, ചില സ്ഥലത്ത് അധികം അങ്ങാത്തേക്ക് എന്നാൽ പിന്നെ പ്രശ്നമാണ്. പക്ഷേ സഹോദരിമാർക്ക് അങ്ങനെയല്ല, എവിടെയും കയറി ചെല്ലാം, കാര്യങ്ങൾ പറയാം. കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് കുറേയൊക്കെ അറിയാം, ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ മറ്റൊന്ന് കൂടെ നോക്കണം, 80 കഴിഞ്ഞവർക്കൊക്കെ
പോസ്റ്റൽ വോട്ടുണ്ട്. കഴിയുന്നതും പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ട് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ എന്താ അറിയൂ, വോട്ട് ചെയ്യുന്നത് UDF ആയിരിക്കും, പക്ഷെ എണ്ണുമ്പോൾ LDF ഈ NGO യൂണിയൻ്റെയും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ എന്ന് വോട്ടിങ് വാങ്ങുമ്പോൾ ഒന്ന് അതൊക്കെ തുറന്നു നോക്കും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബോക്സ് പോകണം, അവിടെ സീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് തുറന്നു നോക്കിയിട്ട് PKൻ്റെ പേരിന് നേരെയാണ് ടിക്ക് അടിച്ചിട്ടുള്ളത്, ഒന്ന് പതുക്കെ ഒന്ന് ചുരണ്ടി നോക്കും. ചുരണ്ടിയിട്ട് പോയിട്ട് അപ്പുറത്തൊരു ടിക്കിടും. അപ്പൊ ജനം വോട്ട് ചെയ്യുന്നത് PKക്ക്, എണ്ണുന്നത് ചിലപ്പോൾ മോഹനായിരിക്കും. അത് നല്ല പോലെ സൂക്ഷിക്കുക. പിന്നെ ഇനി ചുരണ്ടിയിട്ട് കടലാസ് കീറിയാലോ, എന്നാൽ പിന്നെ ആർക്കും വോട്ട് വേണ്ട, കീറിക്കളയും. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ വിനിയോഗിച്ചുകൊണ്ട് ജനഹിതം അട്ടിമറിക്കാൻ നോക്കുമ്പോൾ, കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഏത് വൃത്തികേടും ചെയ്യാൻ ഒരു മടിയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ മുഴുവൻ UDF പ്രവർത്തകരും ഏപ്രിൽ മാസം 6-ാം തീയതി വൈകിട്ട് 7 മണി വരെ തികഞ്ഞ ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കണം. അങ്ങനെ PK വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഭാരത്, ജയ് UDF.